ദിലീപിന്റെ പുതിയ സിനിമ ഭയം ഭക്തി ബഹുമാനം ഭ ഭ ഭ. ആസച്ച് നമുക്ക് ദിലീപിന്റെ സിനിമ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ദിലീപ് ഉള്ള ഒരു സിനിമ, ഒരു പുതിയ സിനിമ. അതിനകത്ത് നമുക്കറിയാം, ട്രെയിലർ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതിനകത്ത് ലാലേട്ടനുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്. അങ്ങനെ ഒരു വലിയ ഒരു ക്രൂ തന്നെയുള്ള, അല്ലെങ്കിൽ വലിയൊരു കാസ്റ്റ് തന്നെയുള്ള ഒരു സിനിമയാണ് ഭ ഭ ഭ എന്ന് പറയുന്ന ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന സിനിമ. കേരളത്തിലെ പല പ്രമുഖ യൂട്യൂബേഴ്സും ഈ ഒരു സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ കളങ്കാവലിന് ശേഷം ആൾക്കാർ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ ഭ ഭ ഭ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോസിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ട്രെയിലറിൻ്റെ ഏകദേശം 1 മിനിറ്റും 50 സെക്കൻഡോളം ഉള്ള ഈ ഒരു ട്രെയിലറിൻ്റെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോൻ്റെ ഒക്കെ അണ്ടറിൽ വന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കമൻറ്റ് സെഷൻ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. അതായത് ദിലീപിൻ്റെ സിനിമയെ ബോയ്ക്കോട്ട് ചെയ്യണം, ദിലീപിൻ്റെ സിനിമയെ ബഹിഷ്കരിക്കണം, ഞാൻ ദിലീപിൻ്റെ സിനിമ കാണത്തില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അതിജീവിതക്കൊപ്പം അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്നൊക്കെ വീഡിയോ നിങ്ങൾ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ദിലീപിൻ്റെ ഒരു സിനിമയ്ക്ക് ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ഹിപ്പോക്രസിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് എന്നൊക്കെ വിധത്തിലുള്ള പല തരത്തിലുള്ള കമൻറ്റുകൾ അതിനകത്ത് കാണാം. അപ്പോൾ ഇവിടെ ബേസിക് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ, ദിലീപിൻ്റെ ഭ ഭ ഭ എന്ന് പറയുന്ന പുതിയ സിനിമയെ നമ്മൾ ബഹിഷ്കരിക്കണ്ടയോ എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പറഞ്ഞ നടി ആക്രമിക്കപ്പെട്ടിട്ടുള്ള കേസിൻ്റെ വിധി വന്നത്. അതിനകത്ത് 8ാം പ്രതിയായിട്ടുണ്ടായിരുന്ന ദിലീപിനെ വെറുതെ വിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിളിൻ്റെ സൈക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആളുകൾ വിശ്വസിക്കുന്നത് ദിലീപ് അതിൽ കുറ്റക്കാരനാണ്, ദിലീപിൻ്റെ പവർ വെച്ചിട്ടാണ് ദിലീപ് അതിൽ നിന്ന് ഊരിപ്പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല തെളിവുകളും പല നരേറ്റീവ്സും പല ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പല മീഡിയാസും പല ആൾക്കാരും മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്നെല്ലാം കംപ്രൈസ് ചെയ്തിട്ടുള്ള, ഇതിൻ്റെ മുന്നേ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ സംഗ്രഹിക്കുന്ന സമയത്താണ് ആളുകൾ ദിലീപ് അതിനകത്ത് കുറ്റക്കാരനാണെന്നുള്ളൊരു നിലയിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു വേറൊരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന സമയത്താണ് ജഡ്ജിനെ അടക്കം ആളുകൾ സംശയിക്കുന്നത്. അത് സംശയിക്കാനുള്ള പല കാരണങ്ങളും ഉണ്ട് താനും. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സിനിമയെ ബഹിഷ്കരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത്. യഥാർത്ഥത്തിൽ ആർട്ടിനെയും ആർട്ടിസ്റ്റിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണണ്ടേ എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്കറിയാം, സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ലാർജ് ക്യാപിറ്റലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മീഡിയമാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റാണത്. അപ്പോൾ അത്രയും പൈസ ഇറക്കി അത്രയും ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ ഇൻവോൾവ് ആവുന്ന ഒരു ഏരിയയാണ് സിനിമ എന്ന് പറയുന്നത്. അവിടെ ഒരു വ്യക്തി അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അതിനകത്തുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ സിനിമയെ ടോട്ടലി നമ്മൾ ബഹിഷ്കരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തി ചെയ്ത കുറ്റത്തിന് നമ്മൾ ആ ഒരു സിനിമയെ ബഹിഷ്കരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആ സിനിമയിലുള്ള, അല്ലെങ്കിൽ ആ സിനിമയുടെ ഭാഗവാക്കായിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ആവാത്ത വേറൊരു ലാർജർ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ആൾക്കാരെ നമ്മൾ ബഹിഷ്കരിക്കുക, അല്ലെങ്കിൽ അവരോട് നമ്മൾ തെറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. എന്നാൽ ഇത് നേരെ മറിച്ച് ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റോ ആ നോവലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നോവലിസ്റ്റിൻ്റെ നോവലിനെ നമ്മൾ ബഹിഷ്കരിക്കുമ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ നോവലിൻ്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് ആ നോവലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് സിംപ്ലി എന്ത് ചെയ്യാൻ പറ്റും, ആ നോവലിനെ നമുക്ക് ബഹിഷ്കരിക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാബ്ലോ നെരൂദ എന്ന് പറയുന്ന നെരൂദയുടെ കവിതകൾ ലോക പ്രശസ്തമായിട്ടുള്ള കവിതകളാണ്. ഇപ്പോൾ അറിയാം, നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ പറയുന്ന ലിറ്ററേച്ചർ പഠിക്കുന്ന ആളുകൾ അതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് സബ്ജക്റ്റുകൾ ഡീൽ ചെയ്യുന്ന സമയത്തൊക്കെ നെരൂദയുടെ കവിതകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നെരൂദയുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അത്ര തെളിച്ചമുള്ളതോ അല്ലെങ്കിൽ ആളുകൾക്ക് അനുകരിക്കാൻ പറ്റുന്നതോ ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കലാകാരൻ്റെ ആർട്ട് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയും ആ അതേ കലാകാരൻ്റെ
ആ ആർട്ടിസ്റ്റിൻ്റെ പേഴ്സണൽ ലൈഫ് സെപ്പറേറ്റും ആണെന്നുള്ളതാണ്. എന്നാൽ ഇത് നേരെ തിരിച്ചും വരും. അതായത് കലാകാരൻ നല്ല മനുഷ്യനാണ്, പക്ഷെ അയാൾ ഉണ്ടാക്കിയിട്ടുള്ള കല എന്ന് പറയുന്നത് വളരെ റോങ് ആണെന്നുള്ള ലെവലിൽ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ സൽമാൻ റുഷ്ദിയുടെയൊക്കെ ബുക്കുകൾ ഇപ്പോൾ ഈ പറയുന്ന ബംഗ്ലാദേശ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത് നിരോധിച്ചിട്ടുണ്ട്. സൽമാൻ റുഷ്ദി എന്ന് പറയുന്ന മനുഷ്യനെ ആരും തെറ്റ് പറയുന്നില്ല, അല്ലെങ്കിൽ അയാൾ ഒരു തെറ്റുകാരനാണെന്ന് പറയുന്നില്ല. പക്ഷെ അയാളുടെ ബുക്കിലുള്ള കണ്ടന്റ് ആണ് എന്തായിട്ട് വരുന്നത്, തെറ്റായിട്ട് വരുന്നത് എന്നുള്ളതാണ്. പക്ഷെ അവിടെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വരും, ആ മനുഷ്യന്റെ ഉള്ളിലുള്ളതല്ലേ അയാളുടെ നോവലുകളിൽ, അയാളുടെ മനസ്സിലാക്കലുകളല്ലേ അയാളുടെ നോവലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം കൂടെ വരും. അപ്പോൾ ഇത് ഒരു ബുക്ക് എഴുതുന്ന എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടന്റിനെ ബഹിഷ്കരിക്കാം, അല്ലെങ്കിൽ എഴുത്തുകാരനെ ബഹിഷ്കരിക്കാം. ഈ വോയിസ് വേറെ ഈ ഒരു ഇന്റർപ്ലേ ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കാം. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് വരുന്ന സമയത്ത് അത് ഇച്ചിരി കൂടെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നുള്ളതാണ്. ഇപ്പൊ ഇതിനകത്തേക്ക് വരുമ്പോൾ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ കഥ ദിലീപിന്റെ അല്ല, ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ദിലീപല്ല, അതിനകത്ത് വേറെയുള്ള ആളുകൾക്ക് ശമ്പളം കൊടുത്തേക്കുന്നത് ദിലീപല്ല. ആ സിനിമക്കകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ അതിൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ ഡയറക്ടറും നിശ്ചയിച്ചതിനനുസരിച്ചിട്ട് ആ കഥാപാത്രമായിട്ട് അഭിനയിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമാണ് ദിലീപ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്ന് വെച്ചിട്ട് നമുക്ക് ആ സിനിമയെ നമുക്ക് ബഹിഷ്കരിക്കാൻ പറ്റുമോ? അപ്പൊ ഇതാണ് ഇവിടെ വരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കലയെയും കലാകാരനെയും നമ്മൾ സെപ്പറേറ്റ് ആക്കുക, കലയെയും കലാകാരനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് പല പല കോണ്ടെക്സ്റ്റിൽ മലയാള സിനിമയിൽ തന്നെ നമുക്ക് പല ഏരിയകളിൽ നമുക്ക് കാണാൻ പറ്റും. അതിനിപ്പോൾ സംഗീത സംവിധായകരാണെന്നുണ്ടെങ്കിലും, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിലാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ സിനിമാറ്റോഗ്രാഫേഴ്സിലാണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് ഈ തരത്തിലുള്ള വ്യത്യാസം കാണാൻ പറ്റും. അയാൾ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അയാളുടെ ആർട്ട് വർക്ക് എന്ന് പറയുന്നത് എക്സെപ്ഷണൽ ആയിരിക്കും. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അനുകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മനുഷ്യനും ആവാം എന്നുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ആർട്ടിസ്റ്റ് വളരെ റോങ് ആണ്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് തെറ്റുകാരനാണ് എന്ന് വിചാരിച്ചിട്ട് ആർട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ അതിന് അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെ ഉണ്ട്. നമുക്കറിയാം, ഈ ഒരു കേസ് അതിൻ്റെ ഒരു സാച്ചുറേഷൻ, അതിൻ്റെ ഒരു പീക്കിലേക്ക് പോകുന്ന സമയത്താണ് രാമലീല എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത്. നമുക്കറിയാം, തിയേറ്ററിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിയിട്ടുള്ള ഒരു സിനിമയാണത്. അപ്പോൾ അങ്ങനെയും കൂടെ ഉണ്ട്. അത് ആ സിനിമ നല്ലതാണ്, ആ സിനിമ കണ്ടിരിക്കാൻ രസമുള്ള സിനിമ ആയതുകൊണ്ടാണ് ആ സിനിമ ഓടിയത്. അല്ലാതെ ദിലീപിൻ്റെ സിനിമയാണ്, ഞാൻ ദിലീപ് സപ്പോർട്ടറാണ് എന്ന് വിചാരിച്ചിട്ട് ആരും ആ സിനിമ പോയി കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇതൊക്കെ പറയുന്ന സമയത്തും തന്നെ നമ്മുടെ നാടിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ ഒരു മോബിൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ കലാകാരനെയും കലയെയും സെപ്പറേറ്റ് ആയി കാണണം, അല്ലെങ്കിൽ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമയെ ദിലീപ് എന്ന ഫാക്ടർ ഉള്ളത് കൊണ്ട് നമ്മളിതിനെ ബഹിഷ്കരിക്കേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു മോബിൻ്റെ മെൻറ്റാലിറ്റി വെച്ചിട്ട് ഞാനൊരു ദിലീപ് സപ്പോർട്ടറായിട്ട് ചിത്രീകരിക്കപ്പെടാനുള്ള സാധ്യതയും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആസ് എ പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി പ്യുവർ ആണെന്നോ, അല്ലെങ്കിൽ അയാൾ ഇത് ചെയ്തിട്ടില്ല എന്നോ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. സാഹചര്യങ്ങൾ കൊണ്ടും മീഡിയയിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള അറിവ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും, ഈ ഒരു കേസിൻ്റെ നാൾവഴികളെല്ലാം വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും, ഇതെല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് അയാൾ തെറ്റുകാരനല്ല, അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അയാളുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് തീരെ ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താനായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ അതിനകത്തില്ല. അയാൾ എപ്പോഴും ഒരു ഷാഡോ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെ തന്നെയാണ് മെജോറിറ്റി ആൾക്കാർ വിശ്വസിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ എന്നിരുന്നാലും അയാളുണ്ടെന്ന് വിചാരിച്ചിട്ട് വേറെ ആൾക്കാർ ക്യാപിറ്റൽ മുടക്കിയിട്ടുള്ള, ഒരു ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ള ഒരു പടത്തിനെ നമ്മൾ ബഹിഷ്കരിക്കണോ എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാനിവിടെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്.